എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ അടുത്ത മാച്ചാണ് കാണിക്കുക. അടുത്ത മാച്ചിനായിട്ട് ഇപ്പോ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത് മറ്റാരുമല്ല, വസാബിയും ഇവാബയും. ഇവാബയ്ക്കാണെങ്കിൽ ഇപ്പൊ മെന്റലി അവൻ നല്ല സപ്പോർട്ട് കൊടുക്കും. ഇവാബെ, നിനക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്, തീർച്ചയായിട്ടും നീ ചുനിയനായി മാറും. അതിന് ഇവാബെ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ പറയും, ഞാൻ വെറും ഒരു ചുനിയൻ മാത്രമായിരിക്കില്ല, അടുത്ത ഹൊക്കാക അത് ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവ വമ്പൻ പോസ്റ്റൊക്കെ ഇട്ട് നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് വസാബി ടീമിനെ കാണിക്കും. വസാബിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, നീ അത് കേൾക്കുന്നില്ലേ? ഇവാബയും അവന്റെ ഫ്രണ്ട്സും അവരാണെങ്കിൽ കോൺഫിഡൻസിൽ ചിയർ ചെയ്യാണ്. നീയും വിട്ടുകൊടുക്കാൻ പാടില്ല, ഉച്ചത്തില് നിന്റെ പേര് വിളിച്ചു പറ. അതിന് വസാബി ആണെങ്കിൽ ക്യാഷ് ആയിട്ട് പറയും, എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് നല്ല പവർ ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ഇത്തരത്തില് കൊച്ചു പിള്ളേരെ പോലെ വിളിച്ചു പറയാറില്ല, എനിക്ക് ആക്ഷനിലാണ് വിശ്വാസം എന്ന് പറഞ്ഞ് അവനിപ്പോ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അപ്പോഴായിരിക്കും അവനൊരു സർപ്രൈസ് കൊടുത്ത് അവന്റെ പാരന്റ്സ് അങ്ങോട്ടേക്ക് വരിക. വസാബി ആണെങ്കിൽ ഷോക്കാവും, മമ്മി പപ്പ നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇവിടേക്ക് വന്നേ? അതിനവരാണെങ്കിൽ കൈയൊക്കെ മുകളിലേക്ക് ഉയർത്തി, നിന്റെ മാച്ച് കാണാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്, തീർച്ചയായിട്ടും നീ ഒരു ചുനിയനാവെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ പേര് വിളിച്ച് ചെയർ ചെയ്യാണ്. അതിൽ കൺട്രോൾ പോയ വസാബി, ഓ നോ, ആദ്യം ഞാൻ ഈ മാച്ചിലൊന്ന് ജയിക്കട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വിളിച്ചു പറയാൻ പറഞ്ഞ് അവനാണെങ്കിൽ പപ്പയോടും മമ്മയോടും ദേഷ്യപ്പെടും. വസാബി ആണെങ്കിൽ സമാധാനിപ്പിച്ച് അവന്റെ പപ്പയും അമ്മയും ഒരു ഭാഗത്തിരുത്തും. അപ്പോഴായിരിക്കും ഗ്രാൻഡ്മ അവിടേക്ക് കടന്നു വരിക. വസാബി സത്യത്തില് നമ്മുടെ ക്ലാനിന്റെ അഭിമാനമാണ്. ഇത്രയും ചെറുപ്പത്തില് നമ്മുടെ ക്ലാനിൽ നിന്ന് ആരും തന്നെ ചുനിയനായിട്ടില്ല, നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും അത് അച്ചീവ് ചെയ്യാൻ കഴിയും. അതിന് പപ്പ പറയും, അതെ ചുനിയൻ, പിന്നീട് ഗനിയൻ, അതിനുശേഷം നീ ഹൊക്കാഗെ ആവുന്നു പറയും. വസാബിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് അവന്റെ കൺട്രോൾ പോവും. ഗ്രാൻഡ്മയാണെങ്കിൽ ഇപ്പൊ ഒരു സ്ക്രോൾ എടുത്ത് അവന് നേരെ നീട്ടുകയാണ്. ഇത് നീ ഉപേക്ഷിച്ച് പോകുന്നതാണ്, ഇത് തരാനാണ് മെയിനായിട്ട് ഞാൻ ഇവിടേക്ക് വന്നത്. അവനാണെങ്കിൽ ഇപ്പൊ ആ ഒരു സ്ക്രോൾ വാങ്ങിച്ച് തുറന്നു നോക്കും. ഗ്രാൻഡ്മ പറയും, അത് ലെജൻഡറി ക്യാറ്റ് ജിപ്സു ആണ്, നമ്മുടെ ജനറേഷനിലെ ഏറ്റവും പവർഫുൾ ആയ ജിപ്സു, ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ജയിക്കാൻ പറ്റുമെന്ന് പറയും. വസാബി ആണെങ്കിൽ അവന്റെ പാരന്റ്സിനെ സമാധാനിപ്പിച്ച് ഇത്തരം കാണാനായിട്ട് പുറത്തേക്ക് പറഞ്ഞയക്കും. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവനങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. വസാബിയുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ വണ്ടടിച്ച് വസാബിയെ തന്നെ നോക്കും. ഉടനെ വസാബി പറയും, ഞങ്ങളുടെ ക്ലാനിൽ ആരും തന്നെ ഇത്രയും ചെറിയ പ്രായത്തിൽ ഗനിയനായിട്ടില്ല, മാത്രമല്ല ആർക്കും ഇന്നുവരെ ഗനിയനാവാൻ കഴിഞ്ഞിട്ടുമില്ല, അതുകൊണ്ടാണ് എൻ്റെ പാരന്റ്സിനും ഗ്രാൻഡ്മയ്ക്കും എന്നിൽ ഇത്രയും പ്രതീക്ഷ. എൻ്റെ പാരന്റ്സിനും എൻ്റെ ക്ലാനിലുള്ളവർക്കും ഇപ്പം എന്നിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്, എനിക്ക് അവരെ സന്തോഷിപ്പിക്കാൻ കഴിയുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ മത്സരിക്കാനായിട്ട് കോതയിലേക്ക് കടന്നു വരും. ഇസിലാണെങ്കിൽ നീട്ടി അടിക്കും. ഇവാബയും വസാബിയും അവർ രണ്ടുപേരും മത്സരിക്കാൻ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുകയാണ്. നെഞ്ചിപ്സൂല് ഇവാബെ വേറെ ലെവലാണ്, അവൻ അത്ര വേഗം ഡിഫീറ്റ് ചെയ്യാൻ ആരെ കൊണ്ടും കഴിയില്ല. ഷിക്കമരുവാണെങ്കിൽ ആ മത്സരത്തിന് വേണ്ടി അവൈറ്റും ചെയ്ത് നിൽക്കുകയാണ്. ഇങ്ങനൊരു കോമ്പറ്റീഷൻ അത് നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. കട്ട് ചെയ്താ ഇവിടെ വസാബിയുടെ പപ്പ ആളാണെങ്കിൽ ഉച്ചത്തില് വസാബിയുടെ പേരൊക്കെ വിളിച്ച് അങ്ങനെ ചെയർ ചെയ്തുകൊണ്ടേയിരിക്കും. വസാബി ആണെങ്കിൽ അത് കേട്ട് തല കുനിച്ചു നിൽക്കും. ഇവാബ ചോദിക്കും, എന്തു പറ്റി, നിന്നെ നിന്റെ പപ്പ സപ്പോർട്ട് ചെയ്യുന്നത് നീ കേൾക്കുന്നില്ലേ? വസാബി മറുപടി ഒന്നും കൊടുക്കില്ല. അടുത്ത നിമിഷം ഇവാബെ 2 മൗണ്ടെയിൻസ് ഇപ്പൊ അവന്റെ പുറകിലായിട്ട് ക്രിയേറ്റ് ചെയ്യും. വസാബി ആണെങ്കിൽ ഞൊട്ടിയുടെ ക്യാറ്റ് സ്റ്റൈലില് ഇവാബയ്ക്ക് നേരെ എടുത്തു ചാടി വരികയാണ്. ദൂരത്തായിട്ട് ചോച്ചുവാൻ ടീമാണെങ്കിൽ അവർക്ക് കട്ട സപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോഴായിരിക്കും ഷിങ്കി അവിടേക്ക് വരിക. എന്റെ പപ്പയാണ് മാച്ച് കാണാനായിട്ട് എന്നെ പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞ് അവനും ഇപ്പൊ മാച്ച് കാണാനായിട്ട് തുടങ്ങും. ഇവിടെ വസാബി ആണെങ്കിൽ ക്യാറ്റ് സ്റ്റൈലില് ഇവാബയുടെ പിന്നാലെ പോകും. അതിനുശേഷം കാണികളുടെ ഇടയിലേക്ക് യോവിഡോയും അറായും അവരും കടന്നു വരികയാണ്. ഇവിടെ വസാബിയുടെ ഫാമിലി അവരൊരു കൂട്ടം പൂച്ചകൾ അവിടേക്ക് വന്ന് നിലവിളിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇവാബയ്ക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോകും. വസാബി പറയും, നീ അത് കേട്ട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് ഇഷ്ടമുള്ളത് അവർ പറയട്ടെ, നീ എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് അവരാണെങ്കിൽ വീണ്ടും ഒരു അട്ടികേട്ടി ബഹളം. ഇവാബയാണെങ്കിൽ അവന്റെ ഷർട്ട് പിടിച്ച് വലിക്കും. ഓ, നിന്റെ ആഗ്രഹം ഹൊക്കാഗെ ആവണം എന്നാണല്ലേ, അതുകൊണ്ടല്ലേ നിന്റെ പാരന്റ്സ് എല്ലാവരും ഒരു മുദ്രാവാക്യം പോലെ അതങ്ങനെ വിളിച്ചു പറയണേ? അതിനവൻ പറയും, എനിക്ക് ഹൊക്കാഗെ ഒന്നും ആവാൻ ഒട്ടും താല്പര്യമില്ല, ഞങ്ങളുടെ ക്ലാനിന് വേണ്ടി ഒരു നല്ല ഷിനോബി, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചുനിയൻ എക്സാമിൽ നല്ല രീതിയിൽ പാസ്സാവണം, നിന്നെ പോലെ അത്രയും പൊട്ട ആഗ്രഹമൊന്നും എനിക്കില്ല, നീയല്ലേ ഹൊക്കാഗെ ആവാൻ ആഗ്രഹിക്കണേന്ന് ചോദിച്ച് വസാബി ആണെങ്കിൽ ഇവാബയെ കളിയാക്കും. ഉടനെ രണ്ടുപേരും 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. ഇവാബയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവന്റെ ക്ലാനിനെ കളിയാക്കി സംസാരിക്കുകയാണ്. അത് കേട്ട് വസാബിയുടെ പാരന്റ്സ് ആളുടെ ഗ്രാൻഡ്
ഗ്രാൻഡ്മയുടെ ചെവി അതങ്ങനെ പൊത്തിപ്പിടിക്കും. അടുത്ത നിമിഷം ഇവാബയാണെങ്കിൽ വസാബിയെ അങ്ങനെ തട്ടിത്തെറിപ്പിക്കുകയാണ്. അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ഒരു സ്ക്രോള് അത് താഴേക്ക് വീഴും. അവൻ ഷോക്കായിട്ട് ആ സ്ക്രോളിലേക്ക് നോക്കും. സത്യം പറയും, ഇതെന്താ? അതിൽ ട്രാൻസ്ഫോം എന്ന് എഴുതിയത് ഇവാബ ശ്രദ്ധിക്കും. അതിന് വസാബി പറയും, അതെന്റെ സ്ക്രോളാണ്, അതിനെക്കുറിച്ച് നീ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല, അതെനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവൻ ആ സ്ക്രോളിന്റെ അടുത്തേക്ക് വരും. ഇത് ഞങ്ങളുടെ ക്ലാനിന്റെ ലെജൻഡറി ജിപ്സു ആണെന്ന് പറഞ്ഞ് അവനൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ വസാമിയും അവന്റെ ഗ്രാൻഡ്മയും അവർ രണ്ടുപേരും ഒരു മരത്തിന് മുൻപിൽ നിൽക്കുകയാണ്. ഗ്രാൻഡ്മയാണെങ്കിൽ ആ മരം ചൂണ്ടിക്കാണിച്ചു പറയും, നമ്മുടെ ലെജൻഡറി ജിപ്സു അതുപയോഗിച്ചാൽ തീർച്ചയായിട്ടും നീ ഈ മരത്തിന്റെ അത്രയും വലിയ ഒരു പൂച്ചയായി തീരും. അതിനുശേഷം ഗ്രാൻഡ്മയാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വന്ന് വീട് കാണിച്ചു കൊടുക്കും. നീ ആ ജിപ്സു അത് പഠിച്ചെടുക്കുകയാണെങ്കിൽ നിനക്ക് ഈ വീടിന്റെ അത്രയാവാം. അത് കേട്ട് അവൻ വീണ്ടും ഷോക്കാവും. ശേഷം ദൂരത്തായിട്ട് വലിയൊരു മല കാണിച്ചു കൊടുക്കും. നീ ആ ജിപ്സു പഠിച്ചെടുക്കുകയാണെങ്കിൽ നിനക്ക് ഈ മലയുടേത് അത്രയാവാം. അന്നത് കേട്ടപ്പോ വസാബി അവൻ കരുതിയത് അത് വെറും ഒരു കെട്ടുകഥയാണെന്നാണ്. പക്ഷെ ഇപ്പൊ അതിന്റെ റിയാലിറ്റി അതവൻ ശേഷം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. ഇതാ ഇവാബെ, അവനാണെങ്കിൽ അവന്റെ സ്റ്റിക്ക് അത് കയ്യിലെടുക്കും. എന്നെ കൊണ്ട് തീർച്ചയായിട്ടും ഒക്കാകെ ആവാൻ കഴിയും, അതുപോലെ തന്നെ കൊണ്ട് ഒരു ജയന്റ് ക്യാറ്റ് ആവാനും കഴിയും. ആദ്യം നമുക്ക് വേണ്ടത് ശുഭാപ്തി വിശ്വാസവും കോൺഫിഡൻസും ആണ്. നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ മലയെ പോലും നമുക്ക് കീഴ്പ്പെടുത്താനാവുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ വസാബിയുടെ ഉള്ളിൽ ഒരു ഫയർ അങ്ങനെ കത്തും. അടുത്ത നിമിഷം ഇവാബയാണെങ്കിൽ അവന്റെ ആ സ്റ്റിക്ക് അതൊരു വലിയ ചുറ്റികയാക്കി മാറ്റും. അതിനുശേഷം ഫ്ലോറിൽ ആഞ്ഞടിക്കുകയാണ്. ഇമ്പോസിബിൾ, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവൻ നിരന്തരമായിട്ട് നിലത്തടിച്ചു കൊണ്ടേയിരിക്കും. ഷിക്കുമരും ടീമും ആണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ വണ്ടറടിക്കും. ഇവിടെ ഇവാബയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവാബെ, നീ എന്തായി ചെയ്യണേ? മര്യാദയ്ക്ക് എന്നോട് ഫൈറ്റിന് വാ. പക്ഷെ ഇവാബെ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും നിലത്താഞ്ഞിടിച്ചിടിച്ച് വലിയൊരു കല്ലില് ഒരു പൂച്ചയുടെ ശില്പം അതങ്ങനെ തീർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. നിന്റെ പാരന്റ്സിന് നീ ഒരു ഹൊക്കാഗെ ആവുമെന്ന് നല്ല വിശ്വാസമാണ്. ആ വിശ്വാസം നിന്റെ ഉള്ളിൽ ഉണ്ടാവണം. സോ ഇമ്പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോസിബിൾ ആവുമെന്ന് പറഞ്ഞ് അവനിപ്പോ മലയിൽ വലിയൊരു ജയന്റ് ക്യാറ്റിനെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ബാബയാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് അടിച്ചടിച്ച് ഇപ്പൊ അവന്റെ പവർ നല്ല രീതിയിൽ ട്രെയിൻ ആയിരിക്കുകയാണ്. ഇത് നീ കാണണം, ഇതിലൂടെ പല തിരിച്ചറിവും നിനക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞ് അവൻ ആ പാറയിൽ ആഞ്ഞടിക്കും. അടുത്ത നിമിഷം അത് റിയൽ ക്യാറ്റിനെ പോലെ ആയി മാറുകയാണ്. വസാബി ആണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. ഒരുപാട് സ്ട്രെങ്ത് ഉപയോഗിച്ച് അവൻ അത്രയും വലിയ ക്യാറ്റിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവാബയുടെ പവർ മുഴുവനായിട്ടും പോയി അവൻ അങ്ങനെ തളർന്ന് താഴെ വീഴും. വസാബി ആണെങ്കിൽ ഒരു ശബ്ദം കേൾക്കും. അത് മറ്റൊന്നുമല്ല, ആ വലിയ ക്യാറ്റിന്റെ തലഭാഗം അതങ്ങനെ പിളർന്ന് ഇവാബയ്ക്ക് നേരെ വരികയാണ്. വസാബി ഇവാബയുടെ പേര് വിളിച്ച് അവന്റെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. അവൻ അടുത്തേക്ക് വരെ ഗ്രാൻഡ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കും. അവനങ്ങനെ ചാടി വന്ന് ആ ഒരു സ്ക്രോളിൽ ടച്ച് ചെയ്യാണ്. അടുത്ത നിമിഷം അവനൊരു ജയന്റ് ക്യാറ്റായി മാറും. ആ ലെജൻഡറി ക്യാറ്റായ വസാബി ആണെങ്കിൽ ആ പാറ അങ്ങനെ തകർത്ത് ഇവാബയെ പ്രൊട്ടക്ട് ചെയ്യാണ്. അവന്റെ പാരന്റ്സും ഗ്രാൻഡ്മയും ആ ഒരു ട്രാൻസ്ഫർമേഷൻ കണ്ട് ആയിട്ട് നിൽക്കും. ഗ്രാൻഡ്മ, നിങ്ങൾ പറഞ്ഞത് അത് സത്യമായിരുന്നു എന്ന് പറഞ്ഞ് വസാബിയും അവന്റെ ഗ്രാൻഡ്മയെ തന്നെ നോക്കും. വസാബി ആണെങ്കിൽ ഇവാബയുടെ അടുത്തേക്ക് വരും. ഇവാബെ, കണ്ണു തുറക്ക്, എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറയും. പക്ഷെ അപ്പോഴേക്കും മാസ്റ്റർ ആണെങ്കിൽ വസാബി അവൻ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിന് അവനാണെങ്കിൽ ടെൻഷനായിട്ട് പറയും, ഇല്ല, ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും അവൻ എഴുന്നേക്കും. അതിന് കൊനഹമാരു ആണെങ്കിൽ ഒരു സെക്കൻഡ് ഇവാബയെ നോക്കും. അവൻ ഓൾറെഡി ഒരുപാട് പവർ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇപ്പൊ അവന്റെ ബോഡിയിൽ പവർ ഇല്ല. ഈ ഒരു ബാറ്റില് ഇപ്പൊ നീയാണ് ജയിച്ചിരിക്കുന്നതെന്ന് പറയും. വസാബി ആണെങ്കിൽ വീണ്ടും ഇവാബയെ വിളിച്ചുകൊണ്ടേയിരിക്കും. ആ കാഴ്ച കണ്ട് എല്ലാവരും അങ്ങനെ കണ്ണു നിറഞ്ഞ് അവരെ തന്നെ നോക്കും. ഇതാ ഇവിടെ മീറ്റ്സുകയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും അവരുടെ സ്നേക്കിനൊക്കെ ഉപയോഗിച്ച് ആ ഡോക്ടർ പോയ ലൊക്കേഷൻ അത് അന്വേഷിക്കുകയാണ്. അതേസമയം അടുത്ത ബാറ്റിലിനുള്ള രണ്ടുപേരുടെ പേരുകൾ ഇപ്പൊ കൊനഹമാരു തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. അത് മറ്റാരുമല്ല, ചാറുടെയും ചോച്ചോയും, രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ്. അവർ ആ ഒരു അനൗൺസ്മെന്റ് കേട്ട് ഞെട്ടി പരസ്പരം ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.